السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. صدق الله العظيم. ബനൂ ഇസ്രായേലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്ത സുപ്രധാനമായ മറ്റൊരു അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. എണ്ണി അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വനജൈനാകും മിൻ ആലി ഫിറഔന, ഫിറഔൻ എന്ന അഹങ്കാരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക. ഇവരെ നന്നാൽ ഇവരെ മുൻഗാമികളെ. അറബികൾക്ക് പൊതുവെ ഒരു പതിവ് അങ്ങനെ ഉണ്ട്. പാരമ്പര്യത്തിൽ വല്ല നന്മയും വന്നാൽ അത് ഞങ്ങളെ നന്മയെന്ന് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടും കൂടിയാണ് അവരോട് പിന്നെ ഇടയിൽ വന്ന ആളുകൾ പറയാതെ മുൻഗാമികളെ അവരെ കാര്യമായിട്ട് അല്ലാഹു തആല സംബോധിതരിൽ ആദ്യത്തെ വിഭാഗം അവരാണല്ലോ. അപ്പൊ അവരുടെ ശൈലിയിൽ പറഞ്ഞു കൊടുക്കണം. അതിൽ വേറെ സൂചന ഉണ്ട്. നമ്മളെ കുടുംബ പാരമ്പര്യത്തിന്റെ വിഷയം നമ്മുടേതാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതിന് നന്മയാണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അവരോട് പറയാണ്, നിങ്ങളെ അല്ലാഹു ഫിർഔനിന്റെ ധിക്കാര നടപടികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും കരാള ഹസ്തങ്ങളിൽ നിന്നും അധികാര പ്രഹരങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ. യസുമൂനക്കും സൂഅൽ അദാബി, നിഷ്ഠൂരമായ നടപടികളും അദാബുകളും ശിക്ഷാമുറകളാണല്ലോ അവർ നിങ്ങൾക്ക് മേൽ പയറ്റിയിരുന്നത്. എന്താണത്? യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളിൽ പിറക്കുന്ന ആൺകുട്ടികളെ പച്ചക്ക് കൊല്ലുക, പെണ്ണുങ്ങളെ അങ്ങനെ ഒഴിവാക്കിയിടും ചെയ്യുക. ഒരു വിഭാഗത്തിൽ നിന്ന് ആണുങ്ങളൊക്കെ മരിക്കും ചെയ്യുക, പെണ്ണുങ്ങളൊക്കെ അവശേഷിക്കുകയും ചെയ്താൽ പിന്നെ ശത്രുക്കൾക്ക് അടിച്ചു കയറാം. ഇതൊന്നും നടപ്പിലാക്കുന്ന കാര്യമാണ്. ഇന്നും നടപ്പിലാക്കണ അങ്ങനെയാണ്. ആണുങ്ങളെ മുഴുവനും നിഷ്കാസനം ചെയ്യുക, പിന്നെ കുന്നുകൂടിയ പെണ്ണുങ്ങൾ എന്താ ഇവരെ അടിമകളായിട്ട് മാറും. അപ്പൊ ആണുങ്ങളൊക്കെ കൊല്ലുക, പെണ്ണുങ്ങളൊക്കെ നിലനിർത്തും ചെയ്യുക. ഒഫീദാലിക്കും, അവന്റെ ഈ ചെയ്തിയിലുണ്ട് ബലാഉം മിർ റബ്ബിക്കും, അത് അള്ളാന്റെ കടുത്തൊരു പരീക്ഷണം തന്നെയാണ് എന്ന് പറയാം. ഫിർഔൻ എന്ന് വന്നത് അതൊരു സ്ഥാനപേരാണ്, ഒരാളെ പേരല്ലത്. നമ്മള് ചേരമാൻ പെരുമാൾ എന്നൊക്കെ പറയാറില്ല. ഒരാളല്ല, ഒരു കുടുംബാണ്. മഹ്ദൂം എന്ന ഒരുപാട് ആളുകളാണ്. തുബ്ബ ചക്രവർത്തിക്ക് യമനിലെ ചക്രവർത്തിമാരെ തുബ്ബ എന്ന് പറയും. കിസ്റ രാജാവ്, കൈസർ രാജാവ്, ഇത് ഓരോ നാട് ഭരിച്ചിരുന്ന ആളുകൾക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ്, ലഖബാണ്. ഫിർഔന്റെ യഥാർത്ഥ പേര് അൽ വലീദ് ബിൻ മസ്അബ് എന്നാണ്, ഫിർഔൻ എന്നല്ല. ഫിർഔൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തമറദ എന്നാണ്, അഹങ്കാരിയായി എന്നാണ്. കാരണം ഇവര് വലിയ അഹങ്കാരികളായിരുന്നു. അതിൽ ഏറ്റവും വലിയ അഹങ്കാരിയാണ് മൂസാ നബിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഫിർഔൻ. അപ്പൊ അവന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തി. ആദ്യം തന്നെ ഇയാൾക്കൊരു സ്വഭാവം ഉണ്ട്. ബനൂ ഇസ്രായേൽക്കാരെ അടിമകളാക്കുന്ന ആളായിരുന്നു മൂസാ നബി അലൈഹി സ്വലാം വരുന്നതിന് മുമ്പ്. ഇവര് ഖിബ്തികളാണ്. അപ്പൊ അവരെ വേല ചെയ്യിപ്പിക്കും. കുറെ ആളുകളെ കൃഷിപ്പണി, കുറെ ആളുകളെ വീടുണ്ടാക്കുന്ന പണി, കുറെ ആളുകൾ മൂപ്പർക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്യാം. ഇങ്ങനെ അവരൊരു അടിമകളായിരുന്നു ബനൂ ഇസ്രായേൽ വിഭാഗം. ആ ഇടക്കാണ് കാക്ക കിടന്നിറങ്ങുമ്പോൾ ഒരു കിനാവ് ഉണ്ടത്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തീജ്വാല വരികയാണ്. കിനാവാണ്. ആ തീജ്വാല വന്നിട്ട് ഖിബ്തികളെ മുഴുവനും കരിക്കുകയാണ്, അവരെ വീടുകളും കരിക്കുകയാണ്. ബനൂ ഇസ്രായേലിലെ ഒരു വീടിനെ ഒരു കേടുപാടും വരുന്നില്ല, ബനൂ ഇസ്രായേലിലെ ഒരാളും അതുകൊണ്ട് കരിഞ്ഞു പോകണില്ല. അങ്ങനെ ഒരു കിനാവ്. അപ്പൊ അയാള് ജ്യോത്സ്യന്മാരൊക്കെ സംഘടിപ്പിച്ചു. അവര് പറഞ്ഞു, ഇതിന്റെ നേരെ വ്യാഖ്യാനം വളച്ചുകെട്ടില്ലാതെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിയാണെന്നാണ്. എന്താ സംഗതി പറയുന്നത്? ഇവിടെ ഒരു കുട്ടി ബനൂ ഇസ്രായേൽ ജനിക്കാൻ പോകുന്നുണ്ട്. ആ കുട്ടി വന്ന് വളർന്നു വലുതായാൽ നിങ്ങൾ ആഫീസ് പൂട്ടും എന്നാണ് ഇതിന്റെ മാന എന്ന് പറഞ്ഞത്. അതിന് ഒരുപാട് കാര്യം മനസ്സിലാക്കാം. നാളെ ഒരാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു,
എൻ്റെ നാട്ടിലൊരു പുതിയ പെണ്ണിറങ്ങിയിട്ടുണ്ട്, ആണുങ്ങളൊക്കെ അതിനെ വലയം ചെയ്ത് അവിടെ തന്നെയാണെന്ന് അറിഞ്ഞത്. എന്താ പുതിയ മേപ്പെട്ടുനിന്ന് ഇറങ്ങിയാണോ എന്ന് വെച്ചാണ്, അല്ല ഇങ്ങനെ മേപ്പെട്ടുനിന്ന് ബൈത്തുൽ മാമൂറിനായിട്ട് കെട്ടി ഇറക്കിയതാണോ എന്ന് വെച്ചാണ്. അതൊന്നുമല്ല, സാധാരണ അവിടെ ഉള്ള പെണ്ണ് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ എന്താ ഇപ്പൊ ഒരു പുതിയ മാനെന്ന് വെച്ചു, അത് ഒരു കിനാവ് കണ്ടിക്കണം, അത് ശരിയായി, അതോടുകൂടി ആൾക്കാരാണ് പൊന്തിച്ചാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഫിറോൻ കണ്ട കിനാവും ശരിയായിക്കണല്ലോ. ഫിറോൻ ഈ കണ്ടത് ഒറിജിനൽ കിനാവാണ്, അത് വരാൻ പോണ സംഗതി തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഫിറോൻ അന്നത്തെ ആൾക്കാർ ഷെയ്ഖാക്കെ കിനാവുമ്പോഴാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ. അള്ളാഹു കിനാവ് നല്ലതുണ്ട് ഇല്ല എന്നല്ല, കിനാവ് ഒരാൾ കണ്ടാണ്ട് നന്നായി നൂട്ടുക. ഒരാളൊരു കിനാവ് ഉണ്ട്, അത് പിറ്റേന്നാണ് സംഭവിച്ചു നൂട്ടുക, അതുകൊണ്ട് ആള് വലിയ ആളൊന്നും ആവില്ല. അങ്ങനെയാണെങ്കിൽ വലിയ ആള് ആത്മീയ പ്രതിപുരുഷനായി അല്ലെങ്കിൽ ആത്മീയ ജീവിയായിട്ട് ലോകത്ത് ഉറച്ചിക്കേണ്ടതും പ്രോജ്വലിച്ചിക്കേണ്ടതും ഫിറോവനാണ്. പിന്നെ വരാൻ പോണ സംഗതി തന്നെയാണ് നേരത്തെ കണ്ടത്, ആത്തിക്കാവിയ കിനാവ് കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അന്നത്തെ വലിയ ബീവിയൊക്കെ കിനാവ് കണ്ടോണ്ട് മാത്രം ഒന്നും ഒരാളെ കുറിച്ചും പറയാൻ പറ്റൂല. അതൊക്കെ എല്ലാരും കാണും. ശൈത്താനും ഇബ്ലീസും കിനാവ് കാണലുണ്ട്, ശൈത്താനും കാണല്ലേ. അപ്പൊ അതൊക്കെ ഉമ്മത്ത് വളരെ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏർവാടിലെന്നാണ് പോയി വരാം, എന്നിട്ട് കിടന്നുറങ്ങുമ്പോ കിനാവ് കാണാം. അത് അഥവാ ശരിയായാലും പിന്നെ കവുമ് മൊത്തം വെള്ളക്കുപ്പിയേറ്റ അവിടെ ഉള്ളത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വല്ലാത്തൊരു ദുരന്താണ്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതൊരു കിനാവാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ വാന്ന് തീ വരിക, അത് കബിത്തികളെ മുഴുവനും നക്കി തുടക്കുക, ബനു ഇസ്രായേലിന് വെറുതെ വിടും ചെയ്യുക, ഒരു കിനാവാണല്ലോ. അപ്പൊ ചോദിച്ചപ്പോ അന്നത്തെ ആളുകൾ പറഞ്ഞു ഇതിങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അതിൽ ഇയാൾ ഒരൊറ്റ തീരുമാന, അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തെ ബ്ലോക്ക് ചെയ്യാൻ ആ മനുഷ്യൻ ചെയ്ത അഹങ്കാരം നോക്കി ഞങ്ങൾ ക്രൂരത. ഇയാളാണ് പറഞ്ഞു ഇന്നാ ഇനി ഒരൊറ്റ ആൺകുട്ടി ജനിക്കണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ. എന്റെ ഭരണം തട്ടിയെടുക്കാൻ ഒരു ആൺപിള്ള ഇവിടെ വരുന്നാണെങ്കിൽ ഞാൻ ആൺകുട്ടികൾ ഇവിടെ ഭൂമിയിൽ വേണ്ട. 70,000 കുട്ടികളാണ് അർത്ഥത്. പള്ളിയിൽ നിങ്ങണ്ട് വരിക, നോക്കുക, ആണാണെങ്കിൽ കഴുത്തിൽ കത്തി വെക്കുക, 2 കഷ്ണാക്കുക, 70,000. ഇങ്ങനെ അങ്ങോട്ട് കൂടിയപ്പോ നാട്ടുകാരൊക്കെ കാരണന്മാര് ഇയാളെടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതിപ്പോ ആണുങ്ങളൊക്കെ മരിക്കുക, പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടും ചെയ്യുക, നമ്മുടെ ഭാവി അവസ്ഥ എന്താവും നിങ്ങൾ ചിന്തിച്ചിക്കണോ ചോദിച്ചു. അതിന് മുമ്പ് ഒരു തീരുമാനത്തിന് ചെറിയ ആൾ കൊടുത്ത്, എന്നാ 1 കൊല്ലം കൊല്ലുക, 1 കൊല്ലം കൊല്ലാതിരിക്കുക, പിന്നെ 1 കൊല്ലം കൊല്ലുക, 1 കൊല്ലം കൊല്ലാതിരിക്കുക. അങ്ങനെ ആ കൊല്ലാതിരിക്കുന്ന കൊല്ലത്തിലാണ് ഹാറൂൻ നബി വന്നത്. നോക്കാം നിങ്ങൾ അള്ളാന്റെ പണി. കൊല്ലണ്ടാൻ തീരുമാനിച്ച 1 വർഷം ഉണ്ടല്ലോ, അന്ന് ജനിച്ചു നബിയുല്ലാഹി ഹാറൂൻ, മൂസാ നബിന്റെ സഹോദരൻ. മൂസാ നബി ജനിച്ചത് കൊല്ലണോന്ന് തീരുമാനം എടുത്ത കാലത്താണ്. പക്ഷെ അള്ളാഹു തആല കണ്ണെന്ന് ഒഴിവാക്കി കൊടുത്തു. ഗർഭവും കണ്ടില്ല, ഒന്നും കണ്ടില്ല. സുഖമായിട്ട് മൂസാ നബിന്റെ ഉമ്മ പ്രസവിച്ചു. പ്രസവിച്ച് നോക്കുമ്പോ തള്ളക്ക് പേടിയായി, കാരണം കൊലങ്ങനെ നടക്കണം. വാറ്റിലുള്ളതും കണ്ടില്ല, പ്രസവിച്ചതും കണ്ടില്ല, ഒക്കെ ഓക്കെ. പക്ഷെ ഇനി കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ തന്നെ അങ്ങോട്ട് കഴുത്തിൽ കത്തി. പക്ഷെ അള്ളാന്റെ തീരുമാനം എന്താ അറിയോ? അപകടാവസ്ഥയിലൂടെ അള്ളാഹുവിന്റെ കുതിരത്ത് വെളിവാക്കുക എന്നുള്ളതാണ്. ബദറിലൊക്കെ അങ്ങനെ തന്നെയല്ലോ. അല്ലെങ്കിൽ അള്ളാഹു തആല ആദ്യം പറഞ്ഞ പോലെ എവിടുക്കങ്ങൾ 313 അബൂ സുഫിയാനും കൂട്ടരൊക്കെ കഴിച്ചിലായി പോവും. പിന്നെ നിങ്ങളെ നേരിടാൻ വരുന്നത് 1000 ആളുകളാ. മാഞ്ഞാളം കളിക്കാൻ വേണ്ട ആയുധമൊക്കെ എടുത്ത് ഇറങ്ങിക്കോളിന്ന് അള്ളാഹ്ക്ക് ആദ്യം പറഞ്ഞൂടെ? പറഞ്ഞില്ല. 313 പോയത് 40 തടയാനാ. പക്ഷെ അള്ളാന്റെ പ്ലാന് 1000 പടവെട്ടാനാ. ഒറ്റ കുട്ടിന്റെ അടുത്ത് ആയുധം പാടില്ല. അപ്പോഴല്ലേ കുതിരത്ത് വെളിവാകുക. എന്ന പോലെ ഇവിടെ അള്ളാഹു തആല ഏർപ്പാട് ചെയ്തെന്താ നിങ്ങള്? മൂസാ നബിന്റെ ഉമ്മ ഇങ്ങനെ വിറച്ച് നടക്കുക. അപ്പൊ അള്ളാഹ് പറഞ്ഞു ഉണ്ടായ കുട്ടി ഉണ്ടല്ലോ, എന്നെ ഒരു പെട്ടിയിലാക്കണം. ഒരു ചെറിയ പൈതലിനെ പെട്ടിയിലാക്കി എങ്ങനെ ഉണ്ടാവും? ജനിച്ച കുട്ടിനെ നിങ്ങൾ ആരെങ്കിലും ബാഗിന്റെ ഉള്ളിലിട്ടിട്ട് അത് പൂട്ടിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുമോ? ഞാൻ പേരിട്ടരാ, മയ്യത്ത്. വേറൊരു പേരിടാൻ പറ്റില്ല. ഒരു കുട്ടിക്ക് പേരിടല് സുന്നത്താട്ടോ. അതിന്റെ ഒരു മസല മനസ്സിലാക്കുന്നല്ല. കുട്ടി ജനിച്ചു ഉടനെ മരിച്ചു, നാം മറമാടുന്നതിന് മുമ്പ് ഒരു പേരിടൽ സുന്നത്താണ്. പക്ഷെ ഇതല്ലത്, മരിക്കുന്ന ഉറപ്പല്ലേ? ജനിച്ച ഒരു ചെറിയ കുട്ടി ഒരു പെട്ടിയിൽ കാർബോർഡിന്റെ ഉള്ളിലാക്കിയിട്ട് അടച്ചാൽ മരിക്കുന്ന ഉറപ്പല്ലേ? അവിടെ അള്ളാന്റെ ഒരു കുതിരത്ത് പെട്ടിയിലാക്കി പൂട്ടാനാണ് ഒന്നാമത് പറഞ്ഞത്. എന്നിട്ട് ഈ കുട്ടീനെ പുഴയെ കൊണ്ടുപോയിട്ട് എറിയാൻ രണ്ടാമത്തെ കുതിരത്ത്. പെട്ടിയിലാക്കും ചെയ്യാ, പുഴയിൽ എറിയും ചെയ്യാ. മുതുകാട് ചെയ്ത എല്ലാരും ഞെട്ടിച്ച ഏറ്റവും വലിയ മാജിക് ഏതാന്ന് വെച്ചാൽ ഞാൻ പറയും, അയാളെ പെട്ടിയിലാക്കി ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് പുഴയിൽ എറിയാൻ പറഞ്ഞു. അതോടെ മൂപ്പര് കേരളത്തിൽ പ്രശസ്തനായത്. സംഗതിയൊന്നും നടന്നിട്ടില്ല.
ഇപ്പൊ ആ പെട്ടിന്ന് അതിന്റെ ഉമ്മനെ കഴിച്ചിട്ടേക്കണ്. ഇതല്ലല്ലോ, ഇത് പെട്ടി തന്നെയാണുള്ളത്. ഇത് പെട്ടി തന്നെയാണുള്ളത്. പെട്ടിയിലാക്കി പൂട്ടി എന്നിട്ട് പുഴയിൽ കൊണ്ടുപോയിട്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കുതിരത്ത്. മൂന്നാമത്തെ കുതിരത്ത് അവിടുന്ന് ഓരോന്ന് മനസ്സിലാക്കണല്ല. മൂന്നാമത്തെ കുതിരത്ത് പുഴയിൽ പോയി എറിഞ്ഞപ്പോ ഈ പെട്ടി നേരെ പോണത് അറവ് നടക്കണ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്കാ ഒഴുകണത്. ഒഴുക്ക് വെള്ളം അങ്ങട്ടാ ഉള്ളത്. അപ്പൊ ഇതിനി തിരിച്ച് ഇങ്ങോട്ട് ഒഴുകല്ല ചെയ്യ. ഇത് ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അവിടേക്കാണ് വെട്ടി ഒഴുകുന്നത്. മൂന്നും കഠിനമായ ദൃശ്യങ്ങളാണ്, ഭീകരമായ ദൃശ്യങ്ങളാണ്. അതിൻ്റെ ഉള്ളിലാണ് കുതിരത്തോണ്ട് സലാമത്താകുക. അല്ലെ അള്ളാഹു അറിയില്ല, ഈ ഏരിയയിലൊന്നും ഇടണ്ട, പെട്ടി അപ്പുറം കൊണ്ടുപോയിട്ടാളെന്ന് പറയണ്ടേ? ഇല്ല, നേരെ മുമ്പ് കൊണ്ടുപോയിട്ടാൽ മതി. എന്നിട്ട് ഈ പെട്ടി എവിടേക്ക് ഒഴുകണം? കത്തി മറവും നടക്കുന്ന ഏരിയക്ക് ഒഴുകണം. അവിടേക്ക് തന്നെ ഒഴുകിയത്. അപ്പോ മൂസാ നബിന്റെ പെങ്ങളുണ്ട് നിലവിൽ അപ്പുള്ള പെൺകുട്ടി. ആ കുട്ടി ഈ പെട്ടിന്റെ ബാക്കിൽ ഇങ്ങനെ നടന്നു. ആങ്ങളല്ല ഇപ്പൊ ഈ ഒളിച്ചു പോണത്, ആർക്കും ബേജാറുണ്ടാവില്ല. ഈ കുട്ടി ബാക്കിൽ പെട്ടിനെ തുടർന്നു. എന്റെ ആങ്ങളക്കുട്ടി എന്നൽക്കാണ് ഈ പോണത്. പെട്ടി നേരെ പോയത് ഫിറഔന്റെ ഭാര്യയും തോഴികളൊക്കെ കുളിക്കാൻ ഇറങ്ങണ പുഴന്റെ ഭാഗത്തേക്ക് പോണത്. പടച്ചോനെ, കൂട്ടത്തിൽ ആസിയ ബീബി ഉണ്ട്. മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ച ആളാ. അന്നല്ല, അന്ന് ഫിറഔന്റെ ഭാര്യയായിട്ടുള്ള സമയമാണ്. പെട്ടി ഇങ്ങനെ വരണുണ്ട്. ഇപ്പൊ ഇതിൽ കുട്ടിയാണെന്ന് ഏറ്റവും അറിയില്ല, അവർക്കിതൊന്നും അറിയില്ല. അവരാ പെട്ടി എടുത്ത് കുറച്ച് വെയിറ്റ് ഉണ്ട്, പരയെ കൊണ്ടുപോയി തുറന്നു നോക്കാൻ നേരം. മൂസാ നബി അലൈഹി സ്വലാമാണ് അതിൽ. ഇതൊന്നും ധാരണ ഇല്ല, ചരിത്രം തുടങ്ങിയിട്ടില്ലല്ലോ. ആസിയ ബീവി കൊട്ടാരെ പോയിട്ട് ഭർത്താവിനെ വിളിച്ചു, ഒരു പെട്ടി ഇട്ടിട്ടുണ്ട്, കുളിക്കുന്നതിനടി കിട്ടിയാൽ തുറന്നു നോക്കുമ്പോ സുന്ദരനായൊരു കുട്ടി. മറ്റാള് വേഗം കത്തിയെടുക്കാൻ പോയി. നീ നടക്കേണ്ട അതാണല്ലോ. ആസിയ ബീവി പറഞ്ഞേ, ആ കുട്ടീന്റെ മുഖം നോക്കിയിട്ട് നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുന്നുണ്ടോ? മനുഷ്യൻ, ക്രൂരതൊക്കെ ഒരു പരിധി വേണ്ടേ? ആ കുട്ടീന്റെ മുഖം നോക്കാൻ നിങ്ങള്, അതിനെ കണ്ടിട്ട് നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുന്നുണ്ടോ? അപ്പോ കുട്ടിനെ കണ്ടിട്ട് കൊല്ലാൻ തോന്നാതെ ഇരുന്നതല്ല, ഈ ഫിറഔൻ ആസിയാബിനോട് കടുത്ത പ്രേമായിരുന്നു. പ്രേമം കൂടിയാ പിന്നെ ഭാര്യക്ക് എന്തും ചെയ്തു കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ഡയലോഗെങ്കിലും അടിക്കുമല്ലോ. അങ്ങനെ ഉണ്ടാവില്ലേ? സ്നേഹാണ്ട് കൂടിയാൽ പലതും പറയും, പിറ്റേന്ന് അതിനൊന്നും ഒരു മാനി ഉണ്ടാവില്ല. പലതും അടിക്കും, നേരം വെളുത്ത ഒരു മാനി ഉണ്ടാവില്ല. അറിഞ്ഞില്ലേ? പുതിയ രണ്ടാമത്തെ കല്യാണം കഴിച്ചതിനെ കുറിച്ചിട്ട് ഇങ്ങനെ കറക്കണ കണ്ടില്ല നിങ്ങള്? ഒന്നാമത്തെ അവിടെ കാലിയടിച്ച് കിടക്കുകയാണ് ഈ കാരം. ഈ കറക്കപ്പ എത്ര മാസം ഉണ്ടാവും? 2 മാസം കഴിഞ്ഞാൽ ആ ചവിട്ടിയിട്ട് മറ്റേനെ തന്നെ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അള്ളാഹു കാത്ത്. ഈ സ്നേഹത്തിന് അങ്ങനെ പ്രശ്നം ഉണ്ടായി കൂടിയാൽ പിന്നെ കരള് പറിച്ചാണ്ട് കൊടുക്കും. ദേഷ്യം പിടിച്ചാലോ മനുഷ്യനെ ലിവറാക്കി തരും. അങ്ങനെ ഉണ്ടായ ഈ സ്നേഹത്തിന് അങ്ങനെ പ്രശ്നമുണ്ട്. ഫിറൗന് ഭയങ്കര പ്രേമായപ്പോ ആസിയാവിയെ പറഞ്ഞോടുത്താണ്ട് നിന്ന്, എന്നാ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അള്ളാന്റെ പണി, ഈ കുട്ടി കൊട്ടാരത്തിൽ മുത്തുപോലെ വളരാൻ തുടങ്ങി. അപ്പോഴും ഫിറൗന് പുറത്തു പോയിട്ട് ഇന്നെ തകർക്കണ കുട്ടി വരുമെന്ന സാധ്യതയിൽ കുട്ടികളെ കൊല്ലുന്നുണ്ട്. ആ തകർക്കണ കുട്ടി ഫിറൗന്റെ മടിയിൽ അപ്പൊ വളരെയാണ്. അള്ളാന്റെ ഒരു കുതിരത്ത് നോക്കി നിങ്ങള്. ഇങ്ങനെ ഒരു കുട്ടി വരുന്നേണ്ടിട്ടാണ് 70 തന്നെ അർത്ഥത്. ഇപ്പൊ പുറത്ത് അറിവ് നടക്കുന്നതും ഇങ്ങനെ ഒരു കുട്ടി വരാതിരിക്കാനാണ്. ആ സമയത്ത് ആ കുട്ടി ഫിറൗന്റെ മടിയില് കൊട്ടാരത്തില്. ഒരിക്കൽ ഫിറൗന്റെ താടി പിടിച്ചിട്ട് കുട്ടി കണ്ട് വലിച്ചു എന്ന്. അത് നീണ്ട താടിയായിരുന്നു. കുട്ടികൾ വലിക്കുമല്ലോ, കുട്ടികൾക്ക് ഇപ്പൊ താടി മീശ വാപ്പാന്നുള്ള കണക്കൊന്നുമില്ല. അപ്പൊ ഫിറൗന് ഈ ചെന്നാട എന്നെ കൊല്ലണ ആള് മൂപ്പർക്കപ്പം തോന്നിക്കണ ഈ താടിന്റെ വലിന്റെ ഊക്കില്. അവളൊക്കെ ആസിയാവിയെ തടുക്കുകയാണ്. പിന്നെ ഒരു പരിശോധന നടന്നിട്ടുണ്ട്, ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല. ഏതായാലും ഫിറൗന് ഇങ്ങനെ കുട്ടികളെ കൊല്ലുമ്പോഴും മൂസാ അലൈഹി സ്വലാം അവിടെ വളരെയാണ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ അറിയാം? കുട്ടി ആരും പാല് കുടിക്കണില്ല. കുട്ടികൾക്ക് പാല് വേണ്ടേ? ഒരു പാലും കുടിക്കണില്ല. അള്ളാഹു തആല അതിനെ കുറിച്ച് പറഞ്ഞു തന്നെ, ഹറംനാ അലൈഹിൽ മറാദിയ. പാല് കുടിപ്പിക്കുന്ന പെണ്ണുങ്ങളൊക്കെ നാം മൂസാ നബിന്റെ മേലെ ഹറാമാക്കി കളഞ്ഞു. നല്ല പാലുള്ള പെൺകുട്ടികളുണ്ട്, ഒറ്റ ഒന്നിനും പാല് മൂസാ നബി കുടിക്കുന്നില്ല, ചെറിയ പൈതല്. അപ്പൊ ഈ പെൺകുട്ടി ഉണ്ടല്ല, തന്റെ പെങ്ങള് അതിങ്ങനെ നീങ്ങി കൊട്ടാരത്തിന്റെ അവിടേക്ക് വലിഞ്ഞെത്തിക്കണ്. ആങ്ങളിന് എന്താ കൊല്ലോ എന്നുള്ള ഒരു പേടിയിൽ ആശങ്കയിൽ അങ്ങോട്ട് വലിഞ്ഞെത്തിക്കണ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ തൊള്ളയിൽ വിരലിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്ക. ചെറിയ കുട്ടിയായതുകൊണ്ട് ആരും ആട്ടിയിട്ടില്ല, പിന്നെ പെൺകുട്ടിയാണല്ലോ. ആ കുട്ടിന്റെ തലയിൽ അള്ളാഹു തആല ഒരു ഹിക്മത്ത് ഇട്ടു കൊടുത്തു. ആ കുട്ടി പറഞ്ഞേ, പിന്നെ ഏത് കുട്ടികളും പാലൊടിക്കണ ഒരു പെണ്ണിന് എനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞു. ഉമ്മാനെ കുറിച്ച് തന്നെയാണ് ഇപ്പൊ പറയണത്. ആ മൂസാ നബിന്റെ അമ്മ തന്നെയാണ് അത്.
ആരാന്ന് വെച്ച് അതുണ്ട്, അതിന്റെ പാല് കുടിക്കാതിരിക്കൂല. ഏത് കുട്ടികളും ആ ഉമ്മാന്റെ പാല് കുടിക്കുന്ന. ഫിറൗൻ ഓർഡർ ഇട്ട് ആ ഉമ്മാനെ കൊണ്ടുവരണം. മൂസാ നബിന്റെ കൊട്ടാരത്തേക്ക് വന്നിട്ട് തന്റെ സ്വന്തം പെട്ടിയിലാക്കിയ മോനെങ്ങനെ കാണുക, ദുമ്പേന്ന് പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ ഫിറൗൻ ചോദിച്ചു, ഈ കുട്ടിക്ക് ഒരു ദിവസം എത്ര വട്ടം പാല് കൊടുക്കും? എത്ര വട്ടം കൊടുക്കാം, കാരണം സ്വന്തം കുട്ടിയാണല്ലോ, സ്വന്തം കുട്ടിയല്ലേ. ഫിറൗൻ ചാർജ് തീരുമാനിച്ചു, ഒരു പ്രാവശ്യം പാല് കൊടുക്കണതിന് ഇത്ര പൈസ. പടച്ച തമ്പുരാനെ, സ്വന്തം ഉമ്മ പാല് കൊടുക്കുക, അതിന്റെ ഒപ്പിൽ പൈസയും കിട്ടുക. അള്ളാഹുവിന്റെ ഒരു ഇടപെടലൊക്കെയാണ്. നമ്മൾ എന്തിനാ പേടിക്കണേ? ഇതൊക്കെ അള്ളാഹു തആല നമുക്ക് കാണിച്ചു തരുന്ന എന്താ? ഇപ്പോഴും അള്ളാഹ് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അള്ളാഹ് അങ്ങനെയാണ്. ഹസ്ബി അല്ലാ എന്നുള്ള ബോധം കൽബ് കടന്നാലേ അവനേക്കാളും വലിയ ഹിമ്മത്തുള്ള മനുഷ്യൻ ഈ ഉലകത്തിൽ ഉണ്ടാവില്ല. എനിക്ക് അല്ലാഹ് മതി. ആരാണ് ഇവിടെ? എന്ത് മോടി, എന്താ മിദിശ? ഹസ്ബി അല്ലാന്റെ ഹാലാണ്ട് കയറിയാല് എന്താണ് ഇപ്പൊ? ഇതൊക്കെ ഒന്നുമല്ലല്ലോ. ഫലസ്തീനികൾക്ക് ആകെയുള്ള സഹായം എന്താണ്? അവരെ ഹൃദയത്തിൽ നെഞ്ചുറപ്പുണ്ട് എന്നുള്ളതാണ്, ഈമാന്റെ നെഞ്ചുറപ്പുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓൽക്ക് വേണ്ടി ഇങ്ങനെ ദ്വാർക്കും, ഓല് വരെ ബോംബ് വരാൻ കാത്തിക്കണമെന്ന് മരിച്ചിട്ടാണ്. അവരെ ഹാല അങ്ങനായി തീർന്നു. ഇവിടെ കണ്ടില്ല നിങ്ങള്? ഏതൊരു കുട്ടിയെ പേടിച്ചിട്ടാണോ ബനു ഇസ്രായേലിൽ ഫിർഔൻ 70,000-ഓളം കുഞ്ഞുങ്ങളെ പച്ചക്ക് നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞത്, അതേ കുട്ടി ആ സമയത്ത് അവന്റെ കൊട്ടാരത്തിൽ അവന്റെ താടിക്ക് പിടിച്ച് വളരുന്നു എന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ ഉമ്മയെയും കൊട്ടാരത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. ആ ഉമ്മ കുട്ടിക്ക് പാല് കൊടുക്കുന്നു. സ്വന്തം ഉമ്മ പാല് കൊടുത്തതിന്റെ പേരിൽ ശമ്പളം വാങ്ങുന്നു. എന്തുകൊണ്ട്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതാണ് അല്ലാഹു തആല ഈ ഉണർത്തുന്നത്. وَيُنَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ وَيُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. ആ കഠോരമായ ധിക്കാരിയുടെ നിഷ്ഠൂരമായ കരാള ഹസ്തങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ, ആ സംഭവത്തെ അനുസ്മരിക്കണേ എന്നാണ് പറയുന്നത്. ഭയങ്കര രക്ഷപ്പെടുത്തലല്ലേ അത്? ചിന്തിച്ചു നോക്കൂ, ഭയങ്കര രക്ഷപ്പെടുത്തലല്ലേ. മൂസാ നബി വന്നോടുകൂടി കാര്യങ്ങളൊക്കെ ഇവിടെ മഹാന്മാരിൽ ചിലർ പറയുന്നുണ്ട്, എത്ര ആൺകുട്ടികളെയാണോ കൊന്നത്, ആ കൊല്ലപ്പെട്ട ആൺകുട്ടികൾ ഇവരുടെ തീരുമാനമനുസരിച്ചൊരു പ്രായത്തിലേക്ക് പക്വതയും പാകതയും പെട്ട് വളർന്നു വലുതായി അവരൊക്കെ യുവ കോമളന്മാരായാൽ, ആ മുഴുവൻ യുവ കോമളന്മാർക്കും എത്രയാണോ ട്രിക്കുള്ളത്, എത്രയാണോ മസിൽ പവർ ഉള്ളത്, എത്രയാണോ ധീരതയുള്ളത്, എത്രയാണോ സ്ഥൈര്യമുള്ളത്, എത്രയാണോ ധൈര്യമുള്ളത്, എത്രയാണോ നെഞ്ചുറപ്പുള്ളത്, എത്രയാണോ ചങ്കുറപ്പുള്ളത്, അതേ കഴിവ് ആ മുഴുവൻ ആളെണ്ണമനുസരിച്ചും അള്ളാഹു മൂസാ നബിക്ക് കൊടുത്തു. ഒറ്റ ആൾക്ക് കൊല ചെയ്യപ്പെട്ട മക്കളുടെ തോതനുസരിച്ചുകൊണ്ട് അള്ളാഹു തആല ഫിസിക്കലി മസിൽ കൊടുത്തു, തന്റെ ഇടം കൊടുത്തു, ധീരത കൊടുത്തു. അതാണ് ഒറ്റടിക്ക് ഭിത്തിയിൽപ്പെട്ട ഒരാൾ മരിക്കാൻ കാരണം ഈ മസിൽ കൊണ്ടാണ്. കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, രക്ഷപ്പെടുത്താൻ വേണ്ടി തടുത്തതാ. ആ തടവോടുകൂടി മറ്റാളെ നെഞ്ചിക്കിട്ട് കൊണ്ടു, അയാള് ഔട്ടായി. അയാള് പോയി. എന്നിട്ടല്ലേ അവിടുന്ന് നാട് വിട്ട് തിരിച്ചു വരുമ്പോ കെലിയുമായിട്ടാണ് വരുന്നത്. നേരാണ് പറയുകയാണെങ്കിൽ ഒരാളെ കൊന്നു, നാട്ടിൽ നിന്ന് മുങ്ങി, തിരിച്ചു വരുമ്പോ ഈ ആള് വരുന്നത് റസൂലും കലീമുമായിട്ടാണ്. ഇല്ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്ര പാഠങ്ങളായാലൊക്കെ ഉള്ള കാര്യങ്ങള്. നമ്മൾ അള്ളാഹിലേക്ക് മനസ്സ് മുറിഞ്ഞാണ്ട് നമ്മളും അല്ലാണ്ട് ഒന്നായാല് പിന്നെ ഇനിയിപ്പോ ആരാ? നമ്മളും അല്ല നമ്മുടെ കൂടെ ആയാല് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്നല്ലേ. റമളാന്റെ കോഴ്സ് സ്വബറാണ്. സ്വബറിന്റെ കോഴ്സ് പൂർത്തിയായാൽ അല്ല നമ്മളെപ്പാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാന്റെ അടുത്താണ്. അല്ല പ്രത്യേകിച്ച് പരിഗണിക്കും. അല്ല പ്രത്യേകിച്ച് പരിഗണിച്ചാൽ അവനെ പിന്നെ തകർക്കാനോ ഹൃദയത്തിൽ ഒരു തളർച്ച ഉണ്ടാക്കാനോ ലോകത്തൊരു വൻകിട ശക്തിക്കും സാധ്യമല്ല. ഒരു വൻകിട ശക്തിക്കും സാധ്യമല്ല. അല്ലാതെ ആരും ഒപ്പം ഉണ്ടായിട്ടും കാര്യമില്ല. ബാനസർ കൂട്ട പാകിസ്ഥാനിൽ നിന്ന് സ്റ്റേജിലിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ആ കാപ്പി ക്ലാസ്സിൽ കാപ്പി കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് ലാൽ ബഹദൂർ ശാസ്ത്രി
ടാസ്കൻഡിൽ വെച്ചുകൊണ്ടാണ് വെടിയേറ്റ് മരിച്ചത്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് അദ്ദേഹം സ്റ്റേജിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വെടിയേറ്റ് മരിച്ചത്. കെന്നഡി അദ്ദേഹം സ്റ്റേജിലിരിക്കുകയാണ്. ഒരു വെടിയും ഏൽക്കാത്ത എല്ലാ സാമഗ്രികളും സംവിധാനങ്ങളും വേഷവിധാനങ്ങളും കോപ്പും കോട്ടും ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. വെടിയേറ്റ് വന്ന ആള് കുറെ അങ്ങനെ നോക്കി, എവിടേക്ക് വെടിവെച്ചാലും കൊള്ളൂല. അപ്പോഴാണ് കെന്നഡി സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് കോട്ടുവായിട്ടത് കൊടുത്തതിൻ്റെ ഉള്ളിൽ കൊന്നിട്ട് അങ്ങനെ മരിച്ചത്. അപ്പൊ അയാള് നമ്മളെ സുന്നത്ത് എടുക്കുകയാണെങ്കിൽ ചിലപ്പോ അന്ന് മരിക്കൂലായിരുന്നു. കോട്ടോട് മതങ്ങൾ പറ്റിയാണ്. എത്ര അവരെ കൂടെ ഒക്കെ ഇപ്പൊ ആളുകളില്ലാത്തോണ്ടാ. രാജീവ് ഗാന്ധിന്റെ കൂടെ വെടിയേൽക്കണമേത്ത ആളുകളില്ലേ? മഹാത്മാഗാന്ധിജി ആളുകളില്ലേ? ഇന്ദിരാഗാന്ധി ആളുകളില്ലേ? ഇവരൊക്കെ കൂടെ കരിമ്പൂച്ചയും വെളുമ്പൂച്ചയും ഒക്കെ ഉണ്ടല്ലോ. അതിന് ഞാൻ തരം താഴ്ത്തല്ല, ചരിത്രങ്ങൾ ഓർത്തു പോകട്ടോ. എന്നാല് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലക്ക് വേണ്ടി തീരുമാനമെടുക്കുകയും ആർത്തിയോടെ വാളോങ്ങി കൂട്ടമായി വരികയും ചെയ്തത് ഒരാൾക്ക് നേരെയാണ് മുഹമ്മദ് മുസ്തഫ. ഒരു ചെറിയ പരിയിൽ ഉറങ്ങില്ലായിരുന്നോ? 100 ആളുകൾ വളഞ്ഞ്. ഞാൻ അങ്ങനെ എന്തിച്ചു, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല നേരത്തെ വിവരം കൊടുത്തിട്ട് ഈ 100 ആൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് പോയാല് നമുക്കൊരു സമാധാനമായിരുന്നു. ചരിത്രം വായിക്കുമ്പോ പുള്ളി അതിലില്ലല്ലോ, ഹബീബ് പോയല്ലോ എന്നുള്ളൊരു സമാധാനം വായിക്കുന്നതിനിടയ്ക്ക് വരുമായിരുന്നു. അള്ളാഹ് തീരുമാനം അങ്ങനെയല്ല. 100 ആൾ ഇവിടെ എത്തണം, വീട് വളയണം, അതിന്റെ അടിയിൽ നിന്ന് പോകണം. അതാണ് അതിന്റെ ഉള്ളിൽ നിന്ന് പോകണം. 100 ആള് വന്നു, വീടാണ്ട് വളഞ്ഞു. മുത്തനബി ആ വീട്ടിന്റെ ഉള്ളിലാണ്, ആ വീട്ടിന്റെ ഉള്ളിലാണ് മുത്തനബി ഉള്ളത്. മരുവാനെ പോപ്പിന്റെ ഉള്ളിൽ കിടത്തി. ആ ധൈര്യം നോക്കാം നിങ്ങൾ. ഈ മരുവാൻ എങ്ങാനും ജീവൻ പോകുന്നതായി ഒരു സംശയം ഉണ്ടെങ്കിൽ അമ്മോശൻ ഇങ്ങനെ പോപ്പിന്റെ ഉള്ളിൽ കിടത്തു. കാരണം മോളെങ്കിലും ഓർക്കൂലേ, സ്വന്തം മരുവനെയാണ് ആ പോപ്പിനുള്ളിൽ കിടത്തിക്കുന്നത്. സ്വന്തം മരുവനാകാൻ പോകുന്ന ആളെ അന്ന് മരുവനയിക്കണോ ഇല്ല എന്നുള്ളതല്ല. ഹബീബിന് നേരത്തൊക്കെ ഉയരം കിട്ടും. ഇതിന്റെയൊക്കെ എയിമ മുത്തനബിക്കറിയാം. ഇനിയിപ്പോ മരുവനെന്നുള്ളതാണ് വിട്ടാളി. ചെറിയ കുട്ടിയാണെത്തി 8-ാം വയസ്സിൽ പിന്നാലെ കൂടിയതല്ലേ. അങ്ങനെ ശിഷ്യനെ പോപ്പിന്റെ ഉള്ളിൽ കൊലക്കിട്ട് കൊടുക്കുവോ? കൊടുക്കൂല. പക്ഷെ ഇതൊക്കെ അള്ളുണ്ട് എന്നുള്ള ആ ബോധ്യാണ് പോപ്പിന്റെ ഉള്ളിലാക്കി. എന്നിട്ട് ഈ 100 ആളെ ഇടീക്കുണിയിൽ പോയത് ജലവീരങ്കിക്ക് ഉദ്ഘാടനം ചെയ്തത് മുഹമ്മദ് മുസ്തഫ. അന്ന് ജലവീരങ്കില്ല, മണ്ണ് വീരങ്കിയായിരുന്നു. ഈ ജലവീര്യം കൊണ്ടുള്ള ലക്ഷ്യം എന്താ? എല്ലാരും ഒഴിഞ്ഞു പോകും വേണം, ആർക്കൊട്ട് അപായം ഉണ്ടാകാനും പാടില്ല. അതല്ല ഇപ്പൊ അതിന്റെ അടിസ്ഥാനം. അതന്നെ ഇവിടെ ചെയ്തത്. ഒറ്റ കുട്ടി മരിക്കും ചെയ്യരുത്, നമുക്ക് സലാമത്താവും വേണം. അതാണ് അവിടെ നടത്തിയത്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം നടത്തിയ പരിശുദ്ധ റസൂലാണ്. ഒറ്റ കുട്ടിക്ക് ഹലാക്ക് വന്നിട്ടില്ല, ഒക്കത്തിന് മയക്കം വന്നിട്ടുണ്ട്. മുത്തുനബി അതിൻ്റെ കൂടെ പോയി ആൺകുട്ടിയെ പോലെ കഴിച്ചില്ലേ, രോമത്തിനെ തൊടാൻ പറ്റുമോ? പിന്നുള്ളത് വാർത്തയുണ്ട് അവിടെയാണ്. അവിടെ ഇവരെല്ലാരും എത്തി. അവിടെ മുത്തുനബിയെ സഹായിക്കാറുള്ളത് കേവലം പ്രാവ്, ചിലന്തി. ഈ ചിലന്തി വല എന്ന് പറഞ്ഞാൽ ദുർബലല്ലേ? ദുർബലമാണ്. നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്ത് നമ്മൾ മൂക്കട്ടിയാ തകർന്നു പോകുന്ന സാധനത്തിന്റെ പേരാണ് ചിലന്തി വല എന്ന്. ആ ചിലന്തി വലയാണ് 100 ആളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഗാർ സൗറിന്റെ മുഖാമുഖത്ത്, ആ ഗുഹാമുഖത്ത് അല്ലാഹു തആല ഏർപ്പാട് ചെയ്തത്. വേറെ ഒന്നുമല്ല, ചിലന്തി വല. അതിനൊരു സൂചന ഉണ്ട്, അള്ള തീരുമാനിച്ചാൽ ചിലന്തി മതി എന്നാണ്. വേറെ സാധനം ഒന്നും വേണ്ടാന്ന്. ചിലപ്പം ചെറിയ സാധനം മതിയോ, ഭയങ്കര രക്ഷ വരും. ചിലപ്പം വലിയ സാധനം ഉണ്ടാവും, ഒരു രക്ഷ ഉണ്ടാവില്ല. എന്തെല്ലാം പാഠങ്ങളാ! അതിന്റെ ഒരു സാമ്പിളാണ് ഈ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഫലസ്തീനികൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഉറപ്പാണ്, എല്ലാവരും മരിച്ചു വീണാലും അവസാനം ഖുദ്സിനെ മോചിപ്പിക്കുന്ന ഒരാൾ ആ ചോരയിൽ നിന്ന് എണീറ്റ് വരും. അത് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറാഹിമായ അല്ലാഹ്, പിരിയുന്ന റമളാനിന്റെ ഒടുക്കത്തെ പകലാണെന്ന് ഫലമായി ധരിക്കുന്ന ഈ സമയത്ത് ഈ മജ്ലിസിൽ നിന്ന് ഒരാളെയും നീ ഖായിബായി പറഞ്ഞേക്കല്ല അല്ലാഹ്. ഞങ്ങളടുത്ത് മുൻഗാമികളാ പേടിച്ചെടുത്തോളം ഒന്നുമില്ല. ചാക്കിൽ കെട്ടി തോളിലേറ്റ് മയ്യിത്തായി നിന്നെ കാണാൻ ഒരു സാധനവും കയ്യിലില്ല.
ഉള്ളത് മജ്ലിസുകൾ മാത്രമാണ്. പ്രത്യേകിച്ച് അത് കുറച്ചൊക്കെ എണ്ണത്തിലുണ്ട്. അതിനെ വണ്ണമാക്കി തരണേ അല്ലാഹ്. അള്ളാഹുവെ, മജ്ലിസിൽ 1 മണിക്കൂർ ഇരുന്നാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കിതാബിൽ കാണുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. 60ഓ 70ഓ മജ്ലിസ് ഈ റമദാനിൽ തന്നെ ഈ പള്ളിയിൽ എൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ ഞാനൊരു മുത്താലിം എന്ന നിലയിൽ പറഞ്ഞതിൽ വീഴ്ചകൾ ഉണ്ടാവാം, പക്ഷെ അതിനെ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. ഭാഷയിൽ മോശമുണ്ടാകാം, അതിനെ എനിക്ക് വിട്ടുപുറത്ത് തരണേ അല്ലാഹ്. നേരെ മറിച്ച് ഈ മജ്ലിസിലേക്ക് നേരത്തെ വരുന്ന ആളുകൾ, ദൂരെ നിന്ന് വരുന്ന ആളുകൾ, ഒരു ദിവസവും മുറിയാത്ത ആളുകൾ, ആത്മാർത്ഥമായിട്ടിരിക്കുന്ന ആളുകൾ, പടച്ചവനെ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഞാനടക്കം ഒരാളെയും നീ കത്തിക്കാളുന്ന നരകത്തിലാക്കല്ല അല്ലാഹ്. ആ ബീഭത്സകമായ കഠിന കഠോരമായ നരകം ചിന്തിക്കാൻ കഴിയാത്തതാണ്. രക്ഷപ്പെടാൻ കയ്യിലൊന്നുമില്ല എന്ന ബേജാറിലാണ്. നീ ഗഫാറാണെന്ന സമാധാനത്തിലാണ്. നീ റഹ്മാനാണെന്ന പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ നീ മുറിച്ച് കളയല്ല അല്ലാഹ്. ഈ ഒടുക്കത്തെ പ്രഭാതത്തിലെങ്കിലും ഇത്തക്കിന്റെ പട്ടികയിൽ പെടുത്തണേ അല്ലാഹ്. ഈ ഒടുക്കത്തെ പകലിലെങ്കിലും നീ ഗഫറത്ത് മഗ്ഫിറത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഇത്തക്ക് കൊണ്ട് പൊതിയുന്ന സദ്ഗുണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ റമദാൻ ഞങ്ങൾക്കൊന്ന് അനുകൂലമാക്കി തരണേ അല്ലാഹ്. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനെ, 30 ദിവസം ക്ലാസ്സുകളിൽ പങ്കെടുത്തവർ, തറാവീഹിന് പങ്കെടുത്തവർ, പറ്റുമ്പോഴൊക്കെ വരുന്നവര് ആരെയും നീ വെറും കയ്യോടെ മടക്കല്ല അല്ലാഹ്. പ്രയാസപ്പെട്ടുകൊണ്ട് ചൂടുകാലത്ത് പട്ടിണി കിടന്നവരാ, പ്രയാസപ്പെട്ടുകൊണ്ട് ചൂടുകാലത്ത് ജമാഅത്തിന് വന്നവരാ, പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ഉഷ്ണ സമയത്ത് തറാവീഹിന് പങ്കെടുത്തവരാ. പക്ഷേ ഞങ്ങൾ അവസാന കാലത്ത് ജീവിക്കുന്നവർ എന്ന നിലയിൽ, ഇൽമ കുറഞ്ഞവരെന്ന നിലയിൽ, ഈമാന് ബലഹീനമായവരെന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ റമദാനിൽ തന്നെയും അപാകതയുടെ പ്രവാഹം തന്നെ ഉണ്ടായിട്ടുണ്ട്. നോട്ടം കൊണ്ട്, പിടിക്കൽ കൊണ്ട്, നടക്കൽ കൊണ്ട്, ചിന്ത കൊണ്ട്, ഞങ്ങൾ സംസാരിക്കൽ കൊണ്ട്, അതൊക്കെ നീ ഒന്ന് പുറത്ത് തരണേ അല്ലാഹ്. എല്ലാ സയ്യാത്തും ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. സയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. സയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. സയ്യാത്തിന്റെ കറകളും മുറികളും ഹൃദയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹൃദയം മാരിഫത്ത് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഈമാനിന്റെ ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. യഖീനിന്റെ ധൈര്യം നൽകണേ അല്ലാഹ്. മഹബ്ബത്തിന്റെ മധുരം നൽകണേ അല്ലാഹ്. മാരിഫത്തിന്റെ അഭിരുചി നൽകണേ അല്ലാഹ്. ഇഖ്ലാസിന്റെ നൈർമല്യം നൽകണേ അല്ലാഹ്. ഇഹ്സാനിന്റെ പ്രകാശം നൽകണേ അല്ലാഹ്. തവക്കുലിന്റെ ധൈര്യം നൽകണേ അല്ലാഹ്. ആയുസിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. ഇത് ഒടുക്കത്തെ റമദാനാക്കല്ല അല്ലാഹ്. ആയുസിലെ അവസാനത്തെ ഇരുത്തമാക്കല്ല അല്ലാഹ്. അവസാനത്തെ തറാവീഹുകളാക്കല്ല അല്ലാഹ്. ആയുസ്സിൽ ഒരുപാട് റമദാനുകളെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പിന്നെയും പിന്നെയും ആവർത്തിച്ച് ചോദിക്കുകയാ മുത്തനബി ആമീൻ പറയുകയും ജിബ്രീൽ ദുആ നടത്തുകയും ചെയ്ത 3 വിഭാഗത്തിൽ പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വളരെ പ്രയാസത്തിലാ, പല വിഷയത്തിലുമാ, രോഗങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട്, കടങ്ങളെ കൊണ്ട്, കുടുംബ പ്രശ്നങ്ങളെ കൊണ്ട്, കുടുംബത്തിൽ പലർക്കും പ്രയാസം, ക്ഷീണം, രോഗങ്ങളുള്ളത് കൊണ്ട്, പലർക്കും ജോലിയില്ലാത്തത് കൊണ്ട്, ചിലർക്ക് വീടില്ലാത്തത് കൊണ്ട്, ചിലർക്ക് വിസയില്ലാത്തത് കൊണ്ട്, ചിലർക്ക് ശമ്പളം കിട്ടാത്തത് കൊണ്ട്, പല പ്രയാസത്തിലാ. സകല പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ ക്യാൻസറിന് അടിമപ്പെട്ടുകൊണ്ട് നീറിപ്പോയുന്ന ചെറുപ്പക്കാരടക്കം പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചവരാ നീ സലാമത്താക്കി
കൊടുക്കണേ അല്ലാ. പ്രിയങ്കരനായ കൂട്ടാളിയുടെ ഭാര്യക്ക് പ്രത്യേക അവയവത്തിൽ മുഴയുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ടെൻഷനില്ല, നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാരകമായ രോഗങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, പ്രകൃതി ദുരിത ദുരന്തങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, കടക്കണിയിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന, ബോംബേറ്റുകൊണ്ട് കത്തിച്ചാമ്പലായി കൊണ്ടിരിക്കുന്ന, എട്ടും പൊട്ടും തിരിയാത്ത ഫലസ്തീനിലെ പൊന്നുമക്കള് നീ സലാമത്താക്കണേ അല്ലാ, സഹായം നൽകണേ അല്ലാ. അവിടെ ഉമ്മമാരുടെ രോദനത്തിന് പരിഹാരം നൽകണേ അല്ലാ. അനാഥ കുഞ്ഞുങ്ങൾ കുന്നുകൂടുകയാ, നീ സലാമത്താക്കണേ അല്ലാ. ഇസ്ലാമിനെ കത്തിച്ച് ചാമ്പലാക്കി കൈക്കുപ്പിച്ചിരിക്കുന്ന ജൂത പരിശുകളെ നീ പിടികൂടണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചാരുമില്ലാതെ ആറടിയുള്ളിൽ കഴിയുന്ന മാതാപിതാക്കളടക്കം, ഗുരുവര്യന്മാരടക്കം, കുടുംബാതിഥികളടക്കം, അയൽവാസികളടക്കം, കൂടെ പഠിച്ചവരടക്കം, ഞങ്ങളെ പഠിപ്പിച്ചവരടക്കം, ഞങ്ങളിൽ നിന്ന് പഠിച്ചവരടക്കം, പഠിക്കുമ്പോൾ സേവിച്ചവർ, സ്നേഹിച്ചവർ, പ്രേരിപ്പിച്ചവർ, സന്തോഷിപ്പിച്ചവർ, കുപ്പായം തന്നവർ, തുണി തന്നവർ, കാശ് തന്നവർ പലരും ഖബറിലാ. അല്ലാഹുവേ, ഈ മജ്ലിസുകളുടെ സവാബ് അവർക്കൊക്കെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളാണെങ്കിലോ മീസാനുകൾക്കിടയിലാ, പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറുകൾ നീ പ്രവിശാലമാക്കണേ അല്ലാ, പ്രകാശമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തേക്ക് നീട്ടിക്കൊടുക്കണേ അല്ലാ. നോക്കി വളർത്തിയ മാതാപിതാക്കളെ ഖബറിന്റെ അകത്ത് അദാബിലാക്കല്ല അല്ലാ. അവര് പ്രസവിച്ചത് കൊണ്ടാ ഞങ്ങൾ ഭൂമിയിലെത്തിയത്, അവര് പാല് തന്നത് കൊണ്ടാ ഞങ്ങൾ വളർന്നത്, അവര് പറഞ്ഞയച്ചത് കൊണ്ടാ ഞങ്ങൾ ഓതിപ്പടിച്ചത്, അവര് പ്രേരിപ്പിച്ചത് കൊണ്ടാ ഞങ്ങൾ ഉറച്ചു നിന്നത്, അവര് കാശ് തന്നത് കൊണ്ടാ ഞങ്ങൾ ചെറുപ്പത്തിൽ കുപ്പായം അണിഞ്ഞത്, അവര് ചോറ് കൊണ്ടാ ഞങ്ങൾ തടിമാടന്മാരായത്, അവര് ചികിത്സിച്ചത് കൊണ്ടാ ഞങ്ങളെ രോഗങ്ങൾ മാറിയത്, അവരുറക്കൊഴിച്ചത് കൊണ്ടാ തൊട്ടിലിൽ ഞങ്ങൾ ഉറങ്ങിയത്. ആ മാതാപിതാക്കളെ ഖബറിൽ വെച്ച് അദാബിലാക്കല്ല അല്ലാ. ഖബർ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. വല്ല അദാബുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ഈ ദുആ അവർക്ക് നീ എത്തിച്ച് അവരുടെ സ്നേഹം തിരിച്ചു നൽകണേ അല്ലാ. ഇനി ഞങ്ങൾ മരിക്കുന്നത് ഈമാനോടെയാക്കണേ അല്ലാ. ഞങ്ങൾ സന്തോഷത്തിന്റെ ദിവസം, മൗത്തിന്റെ ദിവസമാക്കണേ അല്ലാ. ഞങ്ങളെ സുരക്ഷിതമായ വിശ്രമം ഖബറിലാക്കണേ അല്ലാ. ഞങ്ങളെ നാളത്തെ തറവാട് സ്വർഗമാക്കി തരണേ അല്ലാ. ഈ സദസ്സിൽ മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, കച്ചവടക്കാര്, പ്രവാസികൾ, കൂലിപ്പണിക്കാര്, ഡ്രൈവർമാര്, പടച്ചവനെ കടലിലും കരയിലും ഇറങ്ങുന്നവരെല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മതി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖിയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി യാ റബ്ബൽ ആലമീൻ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ادخلنا الفردوس مع الابرار. ربنا يا عزيز يا كريم يا رحمن يا رحيم يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود يا الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله. أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله. أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله. أسألك الجنة وأعوذ بك من النار. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني.
اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. ക്ലാസ്സുകൾ നോമ്പ് കഴിഞ്ഞാൽ തുടരും. പറ്റുന്നവർ പങ്കെടുക്കുക. കുറേ ആളുകളൊക്കെ ഒരു മാസത്തെ ലീവിനുള്ളവർ, അപ്പോൾ അവർ പറഞ്ഞു ഇനി അടുത്ത നോമ്പിനെ കാണുള്ളൂ എന്ന്. അവർക്കൊക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. പറ്റുന്നവരൊക്കെ എല്ലാ സുബഹിക്കും ഈ വിനീതം തന്നെ ഉണ്ടാവും. പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.